ദാവീദ് രാജാവിന്റെ ജീവിതം നമ്മെ വരച്ചു കാണിക്കുന്നു. ദൈവസന്നിധിയിലെ എല്ലാ അനുഗ്രഹങ്ങളും സ്വീകരിച്ച് നന്മയുടെ മുൻപോട്ട് പോകുന്ന ദാവീദ് രാജാവ് പാപത്തിൽ വീഴുമ്പോൾ അദ്ദേഹത്തിലേക്ക് വരുന്ന തകർച്ചയും തുടർന്ന് ദൈവത്തിന്റെ അനന്തമായ കാരുണ്യത്തിന്റെ ക്ഷമയും നമ്മൾ കാണുകയാണ്. .MCYM യൂണിറ്റിന്റെ അഭിമാന പുരസ്കാരം അവതരിപ്പിക്കുന്നു ആ മനുഷ്യൻ നീ തന്നെ. ആ മനുഷ്യൻ നീ തന്നെ. ഇടയബാലനായ ദാവീദ് ദൈവത്താൽ ഉയർത്തപ്പെട്ട് ഇസ്രായേലിന്റെ രാജാവായി. ആട്ടിടയന് രാജ്യവും അധികാരവും ലഭിച്ചപ്പോൾ ദാവീദ് മനുഷ്യസഹജമായ പാപച്ചുഴിയിൽ വീണുപോയി. ദാവീദിന്റെ ജീവിതത്തിലെ നാടകീയമായ ആ നിമിഷങ്ങളിലൂടെ ആരവിടെ? യുദ്ധമുഖത്തെ വിശേഷങ്ങൾ എന്തൊക്കെ? നമ്മുടെ സൈന്യത്തിന്റെ നില വ്യക്തമാക്കുക. നമ്മുടെ സൈന്യം അമ്മോന്യരെ തകർത്ത് റബ്ബാ നഗരം വളഞ്ഞു കഴിഞ്ഞു. ഹിതകരമായ വിശേഷം. പിന്നെ സർവ്വസൈനാധിപനായ യോവാബിന്റെ നേതൃത്വത്തിൽ നമ്മുടെ സൈന്യം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന്റെ വിജയപതാക ഉയർന്നു പറക്കുകയാണ്. അങ്ങ് സമാധാനമായി വിശ്രമിച്ചാലും ഫിലിസ്തീയ രാക്ഷസൻ ഗോലിയാത്തിനെ വധിച്ച ദാവീദ് തമ്പുരാന്റെ പേര് കേട്ടാൽ മതി ശത്രുക്കൾ മാളത്തിൽ ഒളിക്കാൻ. സന്തോഷകരമായ വാർത്ത തന്നതിന് നന്ദി. സന്തോഷകരമായ വാർത്ത കേട്ട ഈ നിമിഷത്തിൽ മനസ്സിനെ കോരിത്തെരിപ്പിക്കുന്ന കാഴ്ച. ആരാണ് ആ പൊയ്കയിൽ നീരാടുന്നത്? ഏത് സുന്ദരി, ഏത് അപ്സര കന്യക! നക്ഷത്രം നീരാടാൻ ഇറങ്ങിയതുപോലെ, വസന്തം പൂത്തുലഞ്ഞതുപോലെ. എന്റെ രാജ്യത്ത്, എന്റെ അധികാരത്തിന് കീഴിൽ ദാവീദ് അറിയാത്ത ഏത് സുന്ദരി, അവൾ ആരായാലും ഞാൻ അവളെ മോഹിച്ചു പോയി. ആരവിടെ? മഹാരാജൻ അവിടുന്ന് വിളിച്ചത്? നോക്കൂ, ആ പൊയ്കയിൽ കുളിച്ചു കയറുന്ന അതിസുന്ദരിയായ യുവതി ആരാണ്? ആ അപ്സര കന്യകയെ പറ്റിയുള്ള മുഴുവൻ വിവരങ്ങളും ഉടൻ തന്നെ എന്നെ അറിയിക്കണം. വേഗം. മഹാരാജൻ പറയൂ, ആരാണവൾ? ബത്ശബ. ബത്ശബ ഏലിയാവിന്റെ മകളും ഹിത്യനായ ഊറിയായുടെ ഭാര്യയുമായ ബത്ശബ. ഊറിയ നമ്മുടെ സേനയിലെ ഒരു പടയാളി, ധീരനായ യോദ്ധാവാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ശത്രുക്കളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഊറിയ. അവന്റെ ഭാര്യ ബത്ശബ മിടുക്കിയാണ്, സുന്ദരിയാണ്. മഹാരാജൻ, നമ്മുടെ മനസ്സ് അവളെ പ്രതി വല്ലാതെ അസ്വസ്ഥമാണ്. ബത്ശബ നമ്മുടെ കൊട്ടാരത്തിലെത്തണം, എത്രയും പെട്ടെന്ന്. ബത്ശബ, ഞാൻ നിന്നെ പ്രതീക്ഷിച്ചു നിൽക്കുകയായിരുന്നു. മഹാരാജൻ, ഞാൻ അവിടുത്തെ പടയാളികളിൽ ഒരുവനായ ഊറിയായുടെ ഭാര്യയാണ്. നിന്നെ പ്രതി വല്ലാതെ അസ്വസ്ഥമാണ് എന്റെ മനസ്സ്. നിന്നെ കണ്ട നിമിഷം മുതൽ ഞാൻ നിനക്ക് വേണ്ടി വല്ലാതെ മോഹിക്കുകയാണ്. ബത്ശബ, ഞാൻ പാവമാണ്. ഞാൻ ഇഷ്ടപ്പെട്ടു പോയി നിന്നെ. ഞാൻ മറ്റൊരാളിന്റെ ഭാര്യയാണ്. ഞാൻ നിന്റെ രാജാവാണ്, നിന്നെ എന്തു ചെയ്യാനും അധികാരമുള്ള രാജാവ്. പക്ഷേ രാജാവിന്റെ അധികാരത്തോടെയല്ല, സൗന്ദര്യം കൊണ്ട് ഇഷ്ടപ്പെട്ട ഒരു പുരുഷന്റെ പൂർണ്ണ സ്നേഹത്തോടെ. ബത്ശബ, നിന്നെ എനിക്ക് വേണം. മഹാരാജൻ. ബത്ശബ, തടസ്സം പറയരുത്. തടസ്സം പറഞ്ഞ ഈ നിമിഷത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തരുത്. ഇസ്രായേലിന്റെ രാജാവ്, ദാവീദ് രാജാവ് നിനക്ക് വേണ്ടി കിന്നരം മീട്ടും. ബത്ശബ, ഈ ദിവസങ്ങളിൽ ഞാൻ വല്ലാത്ത സന്തോഷത്തിലാണ്. എന്റെ സൈന്യത്തിൽ നിന്നും യുദ്ധവിജയങ്ങളുടെ കഥകൾ എത്തുമ്പോൾ എന്റെ മനസ്സിൽ പ്രണയത്തിന്റെ വസന്തമായി നീ. എനിക്ക് ഒരു ഭയപ്പെടുത്തുന്ന സത്യം അങ്ങയോട് പറയാനുണ്ട്. എന്നോടൊപ്പം നിൽക്കുമ്പോൾ ബത്ശബ, നിന്നെ ഭയപ്പെടുത്തുന്നത് എന്താണ്? മഹാരാജൻ, ഞാൻ ഗർഭിണിയാണ്. അങ്ങയുടെ കുട്ടി
അതിനെന്തിനാണ് ഭയപ്പെടുന്നത്? എന്റെ ഭർത്താവ് മാസങ്ങളായി യുദ്ധഭൂമിയിലാണ്. ഞാൻ അങ്ങയുടെ ഭാര്യമാരിലും പെടുന്നില്ല. പിന്നെങ്ങനെ സമൂഹം എന്നെ പഴിക്കില്ലേ? ആലോചിച്ചിട്ട് ഒരു സമാധാനവുമില്ല. സമാധാനമായിരിക്കും. ഒക്കേറ്റിനും പരിഹാരമുണ്ടാക്കാം. ബത്ശബ വീട്ടിലേക്ക് വെക്കുള്ളൂ. മഹാരാജൻ, എന്റെ അവസ്ഥ. ഞാനല്ലേ പറഞ്ഞത് ഒക്കേറ്റിനും പരിഹാരമുണ്ടാകും. എന്താണ് ഇതിനൊരു പരിഹാരം? സമൂഹത്തിന് മുന്നിൽ ബത്ശബ മാനം കെടാൻ പാടില്ല. ഒരു പെണ്ണിന് എത്ര കാലം അവളുടെ വയറ്റിൽ വളരുന്ന ജീവന്റെ തുടിപ്പിനെ മറച്ചു വയ്ക്കാൻ കഴിയും? യുദ്ധഭൂമിയിൽ നിന്നും ഊറിയ വീട്ടിലെത്തട്ടെ. അവൻ അവളോടൊപ്പം കഴിയട്ടെ. അതാണ് പരിഹാരം. അതാണ് ഉചിതമായ പരിഹാരം. ബത്ശബയുടെ വയറ്റിൽ വളരുന്ന കുട്ടിയുടെ പിതൃത്വം അങ്ങനെ ഊരിയായിക്ക് തന്നെയാകട്ടെ. ആരവിടെ? യുദ്ധമുഖത്തേക്ക് ഒരു സന്ദേശം പോകണം. യോവാബിന് നമ്മുടെ വക ഒരു സന്ദേശം കൊടുത്തയക്കണം. ഹിത്യനായ ഊറിയ എത്രയും വേഗം കൊട്ടാരത്തിലെത്താൻ നാം കൽപ്പിക്കുന്നു എന്നറിയിക്കുക. ദാവീദ് മഹാരാജൻ നീണാൾ വാഴട്ടെ. അടിയൻ അങ്ങേ മുഖം കാണിക്കണമെന്ന് കൽപ്പിച്ചു. ഊറിയ, ശത്രുക്കൾക്കെതിരെ യുദ്ധമുഖത്ത് നീ ധീരമായി പടപൊരുതുന്നു എന്നറിഞ്ഞു. ഇസ്രായേലും ഒപ്പം ഞാനും നിന്നെ പ്രതി അഭിമാനം കൊള്ളുന്നു. ഒരു പടയാളി എന്ന നിലയിൽ, ഒരു പ്രജ എന്ന നിലയിൽ അതെന്റെ കടമയാണ് മഹാരാജൻ. ധീരനായ പോരാളി, നിന്നെ പ്രതി നാം അഭിമാനം കൊള്ളും. മാസങ്ങളായി രാജ്യത്തിന് വേണ്ടി പടപൊരുതുന്ന നീ കുറച്ചു ദിവസം ഭാര്യയോടൊപ്പം വിശ്രമിക്കട്ടെ എന്ന് കരുതിയാണ് മടക്കി വിളിച്ചത്. ഊറിയ വീട്ടിൽ പോയി ഭാര്യയോടൊപ്പം കഴിഞ്ഞിട്ട് കുറച്ചു ദിവസം കഴിഞ്ഞ് മടങ്ങിപ്പോവുക. ആരവിടെ? ഊറിയയ്ക്ക് കൊടുക്കാനായി ഞാൻ കരുതി വെച്ചിരിക്കുന്ന സമ്മാനം കൊണ്ടുവരിക. ഇസ്രായേലിലെ ധീരനായ യോദ്ധാവെ, ഈ സമ്മാനം സ്വീകരിച്ചാൽ. മഹാരാജൻ, അങ്ങയുടെ അനന്തകാരുണ്യത്തിനു മുന്നിൽ അടിയൻ ശിരസ്സ് നമിക്കുന്നു. എന്നെ യുദ്ധഭൂമിയിലേക്ക് മടങ്ങിപ്പോകുവാൻ അനുവദിച്ചാലും. ഇസ്രായേലും യൂദായും യുദ്ധരംഗത്താണ്. പേടകവും അവരോടൊപ്പം. എന്റെ യജമാനനായ യോവാബും അങ്ങയുടെ സൈന്യനിരയും ശത്രുക്കൾക്കെതിരെ പോരാടുമ്പോൾ ഞാൻ എങ്ങനെ വീട്ടിൽ പോയി ഭാര്യയോടൊപ്പം തിന്നുകുടിച്ച് സന്തോഷിക്കും? എനിക്ക് മറ്റെന്തിനേക്കാളും വലുതാണ് എന്റെ രാജ്യവും അങ്ങും നമ്മുടെ പേടകവും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും വീട്ടിലേക്ക് പോകില്ല. രാജ്യത്തിന് വേണ്ടി പടപൊരുതാൻ, എത്രയും പെട്ടെന്ന് യുദ്ധക്കളത്തിലെത്താൻ അങ്ങനെ അനുവദിച്ചാലും. ഇവിടെ വരെ വന്നതല്ലേ, വീട്ടിൽ പോയി ഭാര്യയെ സന്ദർശിക്കുക. ക്ഷമിക്കണം രാജൻ, ഒരു യോദ്ധാവിന്റെ പോരാട്ട വീര്യത്തെ അത്തരം ദുർബല വികാരങ്ങൾ അടിമപ്പെടുത്താൻ പാടില്ല. ഊറിയ, നിന്നെപ്പോലെയുള്ള ദേശസ്നേഹികളാണ് ഇസ്രായേലിന്റെ സമ്പത്ത്. നിന്നെപ്രതി നാം അഭിമാനം കൊള്ളുന്നു. ഇന്ന് വിശ്രമിക്കുക, നാളെ പോർക്കളത്തിലേക്ക് മടങ്ങാം. അവിടുത്തെ ദയ. അതിസുന്ദരിയായ ഭാര്യ വീട്ടിലുള്ളപ്പോൾ ഊറിയ തീർച്ചയായും വീട്ടിൽ പോകും. അവൻ അവളെ കാണണമെന്ന് തോന്നാതിരിക്കുമോ? നീ പറയുന്നത് സത്യമോ? ഊറിയ കഴിഞ്ഞ രാത്രിയിൽ വീട്ടിൽ പോയില്ല? ഇല്ല മഹാരാജൻ, ഊറിയ നമ്മുടെ കൊട്ടാരത്തിൽ തന്നെ വിശ്രമിക്കുകയായിരുന്നു. ഇനി എന്ത്? എങ്ങനെ? രാജ്യസ്നേഹിയായ പോരാളി. പക്ഷേ ബത്ശബ, ഞങ്ങൾ രണ്ടാളും അകപ്പെട്ടിരിക്കുന്ന അവസ്ഥ. എന്താണ് പരിഹാരം? ഊറിയ വരാൻ പറയുക. ഊറിയ ക്ഷമിക്കട്ടെ, എന്റെ മുന്നിൽ വേറെ മാർഗമില്ല. പ്രിയമുള്ള യോവാബ്, ഉഗ്രയുദ്ധം നടക്കുന്നിടത്ത് ഊറിയയെ മുന്നണിയിൽ നിർത്തുക. ശേഷം അവനെ ഒറ്റയ്ക്കാക്കി മറ്റുള്ളവർ പിൻവാങ്ങട്ടെ. ശത്രു സൈന്യത്തിന്റെ വെട്ടേറ്റ് ഊറിയ മരിക്കണം. ഊറിയയുടെ മരണവാർത്ത എത്രയും വേഗം നമ്മെ അറിയിക്കുക. ഊറിയയുടെ വധശിക്ഷയുടെ കൽപ്പന അവന്റെ കൈകളിൽ തന്നെ കൊടുത്തുവിടേണ്ടി വരുന്നു. എല്ലാം ഊറിയയുടെ വിധി.
മഹാരാജൻ? യുദ്ധമുഖത്തേക്ക് മടങ്ങുകയല്ലേ? അടിയന്റെ ഉത്തരവാദിത്വം അതാണ്, അങ്ങയുടെ കൽപ്പന പോലെ. ഈ സന്ദേശം സർവ്വസൈന്യാധിപൻ യോവാബിനെ ഏൽപ്പിക്കണം. അടിയൻ ഇസ്രായേലിന്റെ വിജയം അങ്ങയോടൊപ്പം ആഘോഷിക്കാൻ നമ്മുടെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദാവീദിന്റെ കരുക്കളെല്ലാം വിജയത്തിലെത്തി. ഊറിയ പടക്കളത്തിൽ കൊല്ലപ്പെട്ടു. ഭർത്താവിന്റെ മരണമറിഞ്ഞ് ബത്ശേബ നിലവിളിച്ചു കരഞ്ഞു. വിലാപകാലം കഴിഞ്ഞ് ബത്ശേബയെ ദാവീദ് ഭാര്യയാക്കി. കർത്താവിന്റെ ദൂതനാൽ നാഥാൻ പ്രവാചകൻ ദാവീദിന്റെ കൊട്ടാരത്തിലേക്ക് നയിക്കപ്പെട്ടു. കർത്താവിന്റെ അഭിഷിക്തനായ അങ്ങയ്ക്ക് കൊട്ടാരത്തിലേക്ക് സ്വാഗതം. അങ്ങയുടെ അനുഗ്രഹത്താലും പ്രാർത്ഥനയാലും ഇസ്രായേലിന് ക്ഷേമം തന്നെ. എന്തൊക്കെ വിശേഷങ്ങൾ പറയണം മഹാത്മൻ? ഒരു സംഭവ കഥ പറയാം. പറഞ്ഞാലും ഗുരു. ഒരു നഗരത്തിൽ രണ്ടാളുകൾ ഉണ്ടായിരുന്നു. ഒരുവൻ ധനവാനും അധികാരമുള്ളവനും, അപരൻ ദരിദ്രനും. ധനവാന് വളരെയധികം ആടുമാടുകളുണ്ടായിരുന്നു. ദരിദ്രനോ താൻ വിലയ്ക്ക് വാങ്ങിയ ഒരു പെണ്ണാട്ടിൻകുട്ടിയെ ഉണ്ടായിരുന്നുള്ളൂ. അവൻ അതിനെ വളർത്തി. അവന്റെ ഭക്ഷണത്തിന്റെയും പാനീയത്തിന്റെയും ഓഹരി പറ്റി അത് വളർന്നു. അവനതിനെ മടിയിലുറക്കി. അത് അവന് മകളെ പോലെയായിരുന്നു, ജീവനേക്കാൾ പ്രിയപ്പെട്ടതായിരുന്നു. എന്നിട്ട് അങ്ങനെ ഇരിക്കെ ധനവാന്റെ ഭവനത്തിൽ ഒരു വിരുന്നുകാരൻ വന്നു. അയാൾക്ക് വേണ്ടി സ്വന്തം ആടുകളിൽ ഒന്നിനെ കൊന്നു വിരുന്നൊരുക്കാൻ ധനവാന് മനസ്സിലായിരുന്നു. അവൻ അധികാരം ഉപയോഗിച്ച് ദരിദ്രന്റെ ആട്ടിൻകുട്ടിയെ പിടിച്ചു കൊന്ന് വിരുന്നൊരുക്കി. അനീതി. അത് ചെയ്തവൻ ആരായാലും അവൻ ശിക്ഷിക്കപ്പെടണം. അങ്ങ് പറഞ്ഞ ഈ സംഭവ കഥയിലെ ആ ദുഷ്ടൻ ആരാണ്? അനീതി കാണിച്ച് അവനെ ശിക്ഷിക്കണം. ആരാണവൻ? ആ മനുഷ്യൻ നീയാണ്. ഞാൻ നിന്നെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തു. ആട്ടിടയനായ നിന്നെ മേച്ചിൽ സ്ഥലത്ത് നിന്നും എടുത്ത് എന്റെ ജനമായ ഇസ്രായേലിന്റെ അധിപനാക്കി. സാവൂളിൽ നിന്നും നിന്നെ രക്ഷിച്ചു. കൊട്ടാരവും അതിലുള്ള സമ്പത്തും അനവധി ഭാര്യമാരെയും നിനക്ക് തന്നു. യൂദായുടെ രാജാവാക്കി. എന്നിട്ടും നീ എന്നെ അനുസരിക്കാതെ എന്തിനീ തിന്മ ചെയ്തു? മഹാഗുരു, ദൈവത്തിനും അങ്ങേക്കും നിരക്കാത്ത എന്ത് തിന്മയാണ് ഞാൻ ചെയ്തത്? ഹിത്യനായ ഊറിയായെ നീ കൊല്ലിച്ചു. അവന്റെ ഭാര്യയെ നീ അപഹരിച്ചു. ഗുരു, ക്ഷമിക്കണം. ദൈവകൽപ്പനകളാണ് നീ ലംഘിച്ചത്. അന്യന്റെ ഭാര്യയെ മോഹിച്ചു സ്വന്തമാക്കി അവനെ കൊന്നു. ഈ കൊടും തിന്മ ചെയ്ത നിന്റെ ജീവിതം പാപമംഗലമാണ്. നീ പാപിയാണ്, ശപിക്കപ്പെട്ടവനാണ്. നീ ഇതിന് ശിക്ഷിക്കപ്പെടണം. ഇസ്രായേലിയർ മുഴുവൻ നിന്റെ പാപവും തിന്മയും അറിയണം. ലോകത്തിനും കർത്താവിനും എതിരായി ഞാൻ പാപം ചെയ്തു പോയി. കർത്താവിനോട് ക്ഷമിക്കട്ടെ. ഞാൻ പശ്ചാത്തപിക്കുന്നു. എനിക്ക് എന്റെ പാപത്തെപ്പറ്റി ബോധമുണ്ട്. അനുദപിക്കുന്ന പാപിക്ക് മാപ്പ് തരണം. കർത്താവ് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. നീ മരിക്കുകയില്ല. പക്ഷേ നീ നിന്റെ പ്രവൃത്തി കൊണ്ട് ദൈവത്തെ അവഹേളിച്ചതിനാൽ ബത്ശേബയുടെ വയറ്റിൽ വളരുന്ന നിന്റെ കുഞ്ഞ് മരിച്ചു പോകും. മനുഷ്യന്റെ ഒരു പാപവും ദൈവത്തിന്റെ മുന്നിൽ മറയ്ക്കപ്പെടില്ല.